അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പരിശുദ്ധമായ റമളാൻ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിചിന്തനത്തിൻ്റെ മാസമാണ്. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാനും ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള മാസമാണ്. പരിശുദ്ധ ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ തൊഴിലിനെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പരിശ്രമിക്കുന്നവർക്ക് മാത്രമാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പല തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ആയത്ത് നമുക്ക് ഇങ്ങനെ പറയാം: വ അല്ലൈസ ലിൽ ഇൻസാന ഇല്ലാ മാ സഅ. മനുഷ്യന് അവൻ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം മാത്രമാണ് ലഭിക്കുന്നത്. പരിശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ലോകത്ത് വിജയമുള്ളത്. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു സമ്പന്നൻ്റെ ചരിത്രമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരേക്കാൾ അന്നത്തെ കാലത്ത് സമ്പത്ത് സ്വരൂപിച്ചു വയ്ക്കാൻ തൻ്റെ ബിസിനസ്സുകളിലൂടെ, തൻ്റെ കച്ചവടങ്ങളിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നമുക്കൊന്ന് അയവിറക്കാം. നന്നായി പരിശ്രമിക്കുന്നവർ മറ്റുള്ളവരുടെ സമ്പാദ്യം ആഗ്രഹിക്കാതെ സ്വന്തം നിലയിൽ അധ്വാനം നടത്തുന്നവർക്ക് അള്ളാഹു വിജയം നൽകുമെന്നുള്ളത് തീർച്ചയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ചെറുപ്പകാലത്ത് വ്യാപാരത്തിന് വേണ്ടി പോയിരുന്നു എന്നുള്ളതും ആ വ്യാപാരം കൊണ്ട് ധാരാളം ലാഭമുണ്ടാക്കി തിരിച്ചു വന്നിരുന്നു എന്നുള്ളതും നമ്മളെല്ലാവരും ചരിത്രങ്ങളിൽ വായിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമെടുത്തു നോക്കിയാലും സുദ്ദീഖ് തങ്ങളുടെ ചരിത്രമെടുത്തു നോക്കിയാലും അവരെല്ലാം ജീവിതകാലത്ത് ജോലി ചെയ്തവരും പണം സമ്പാദിച്ചവരും ജീവിക്കാൻ വേണ്ടി തൊഴിലിൻ്റെ ലോകത്ത് തന്നെ വിരാജിച്ചവരുമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജോലി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന്, നബിയെ, എനിക്ക് വല്ലതും തരണമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇദ്ദേഹത്തിന് ഒരു ദിർഹം നൽകുക. ആ ദിർഹവുമായി പോയി നീ കടയിൽ പോയി ഒരു മഴു വാങ്ങുക. മഴു വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി അത് കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിറ്റ് നീ സമ്പാദിക്കുക. ആ സമ്പാദ്യവുമായിട്ട് നീ തിരിച്ചു വരിക. അഥവാ യാചനയുമായി വരുന്നവനോട് നീ യാചിക്കുന്നതിനേക്കാൾ നല്ലത് തൊഴിലെടുത്തുകൊണ്ട് 1 രൂപ സമ്പാദിക്കലാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വലിയ ആശയത്തെയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശ്രമിക്കുന്നവർ വിജയിക്കുമെന്നുള്ളത്. പരിശ്രമിക്കുന്നവർക്ക് മാത്രമാണ് വിജയമെന്നുള്ളതും. ഫൈദ ഫറഗത ഫൻസബ് എന്ന് പറയുന്നിടത്തും നിങ്ങൾ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നിങ്ങൾ നിൽക്കുക എന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലി അവൻ്റെ ജീവിതം എന്നതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരാളുടെ ജോലി ചെയ്യാനുള്ള മനസ്സ്, പരിശ്രമിക്കാനുള്ള മനസ്സ്, റിസ്ക് എടുക്കാനുള്ള മനസ്സാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ വലിയ സമ്പന്നനാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നിങ്ങളൊക്കെ നോക്കുക, ലോകത്ത് ബിസിനസ്സുകാരായി വളർന്നു വന്ന ഏതൊരാളുടെയും ചരിത്രം എടുത്തു നോക്കുമ്പോൾ അവരുടെ ഒരു ഏറ്റവും ലോ ലെവലിൽ, താഴ്ന്ന ലെവലിൽ അവർ ജീവിച്ചു പോയ ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇസ്ലാമിക അടിസ്ഥാനപരമായി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് വലിയ സമ്പന്നരായ ആളുകൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്പത്തൊന്നും ലോകത്ത് നിലനിന്നിട്ടുമില്ല. പുതിയ കാലഘട്ടം നമ്മളറിയാം. എല്ലാ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൻ്റെ റിംഗ് ടോണിന് പകരം ഇപ്പോൾ കേൾക്കുന്നത്: നിങ്ങൾ പണമിടപാടുകളിൽ വീണു പോകരുത്, പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടരുത്, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ വീണു പോകരുത് എന്ന് ആവർത്തിച്ച് ഗവൺമെൻറ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഈ രീതിയിലുള്ള തട്ടിപ്പുകളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ, ധാരാളം പഠിച്ച് എല്ലാം മാക്സിമം നേടിക്കഴിഞ്ഞ സാമ്പത്തിക വിദഗ്ധരാണെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന
ഭരണകർത്താക്കളാണെന്ന് പറഞ്ഞിരുന്ന പല ആളുകളുടെയും സമ്പാദ്യങ്ങൾ മുഴുവനും ഈ രീതിയിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ച ആ വിഷയത്തിൻ്റെ ബാക്കി തന്നെയാണ്. അധ്വാനിച്ച് ലഭിക്കുന്നതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നും എനിക്ക് സ്വന്തമായി അധ്വാനിച്ച് ലഭിക്കുന്നത് മാത്രം മതിയെന്നും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് അവൻ്റെ വിജയം തുടങ്ങുന്നത്. മറ്റൊരാളുടെ പണം എൻ്റെ കീശയിലേക്ക് വരേണ്ടത് ഞാൻ അവനിക്ക് നൽകുന്ന സേവനത്തിൻ്റെ പ്രതിഫലമായിട്ടായിരിക്കണമെന്നും വെറുതെ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട എന്നും നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി നമ്മൾ ഭദ്രത കൈവരിക്കുന്നത്. മറ്റുള്ളവൻ്റെ കയ്യിൽ ഉള്ളതിനെ ആശ്രയിക്കുന്നവനെ അൽ യദുൽ ഉല്യ ഖൈറുമിൻ യദു സുഫ്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഉയർന്ന കൈയാണ്, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഏറ്റവും മനോഹരമായത്. ഓരോ റമദാൻ കടന്നു വരുമ്പോഴും ഓരോ വർഷങ്ങൾ പുതുക്കുമ്പോഴും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത ഇപ്രകാരമായിരിക്കണം: ഞാനൊരിക്കലും മറ്റുള്ളവൻ്റെ സമ്പത്ത് വാങ്ങുന്നവനല്ല. എൻ്റെ സമ്പത്ത് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് സാമ്പത്തിക വർധന ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യേണ്ടതുണ്ട്, സ്വന്തമായി സമ്പാദിക്കേണ്ടതുണ്ട്. കിട്ടുന്നത് ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ, നിങ്ങൾ അധ്വാനിക്കുന്നതിലൂടെ, നിങ്ങൾ സാധാരണ നേടുന്നതിനേക്കാൾ 10 രൂപ അധികം കിട്ടുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 300 രൂപയായി. 365 ദിവസം കൊണ്ട് 3650 രൂപയായി. ഈ 10 രൂപയെ നിങ്ങൾ 100 രൂപയായിട്ടൊന്ന് കാണുക. ഒരാൾക്ക് ഒരു ദിവസം 100 രൂപ മാത്രം ഒരു വഴിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ 30 ദിവസം കൊണ്ട് 3000 രൂപയായി. അത് 365 ദിവസമാകുമ്പോൾ 36,500 രൂപയായി. അഥവാ സ്ഥിരമായി നമ്മൾ നേടുന്ന സമ്പാദ്യത്തേക്കാൾ അല്പം കൂടി കൂട്ടി ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ പുതിയ എന്തെങ്കിലും സ്കില്ലുകൾ, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ബിസിനസ്, എന്തെങ്കിലും ഒരു സമ്പാദ്യത്തിനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തുക. അതൊരിക്കലും വളഞ്ഞ വഴി ആവാതിരിക്കുക. നേരിട്ടുള്ള വഴികളിൽ നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ എഴുതാൻ കഴിവുള്ള ആളുകൾക്ക് നന്നായി എഴുതിക്കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഡിസൈനർമാരായിട്ടുള്ള ആളുകൾക്ക് ഡിസൈൻ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ കഴിയും. നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ക്ലാസ്സിന് വാങ്ങുന്ന റെമ്യൂണറേഷൻ കൊണ്ട് അവർക്കൊരു അധിക ഇൻകം നേടാൻ കഴിയും. നിങ്ങൾ ആലോചിക്കുക, സ്വന്തമായി കഴിവില്ലാത്തവരായി, സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തവരായി ലോകത്തൊരാളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ ആളുകൾക്കുമുള്ള സമ്പാദ്യങ്ങൾ, എല്ലാ ആളുകൾക്കുമുള്ള ജീവിതമാർഗങ്ങൾ, എല്ലാ ആളുകൾക്കുമുള്ള പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ലോകത്ത് സുലഭമാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ലോകത്ത് എല്ലാവർക്കുമുള്ള വിഭവങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കുമുള്ള വിഭവങ്ങളുണ്ട്, അവൻ്റെ അത്യാഗ്രഹത്തിനില്ല. എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ ലോകത്തുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ കൃഷികളുണ്ട്, ഇഷ്ടംപോലെ മേഖലകളുണ്ട്. നമ്മുടെ മേഖല ഏതെന്ന് കണ്ടെത്തുകയും ആ മേഖലയിലേക്ക് നമ്മൾ ചെന്ന് പെടുകയും അവിടെ നിന്ന് അധ്വാനത്തിലൂടെ നേടുകയും ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും ഉന്നതിയുള്ള സമ്പാദ്യമായി മാറുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഏതൊരു ബിസിനസ്സുകാരനും അവർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും ചെറുതായി തുടങ്ങിയതായിരിക്കും. നമ്മളൊന്ന് പിടിച്ചു നിന്നതിൻ്റെ ശേഷം ആ ബിസിനസ്സിനെ പരിശ്രമഫലമായി വിജയിപ്പിക്കുക. 2 മണിക്കൂർ ജോലി ചെയ്യുന്നവൻ 4 മണിക്കൂറിലേക്ക് വികസിപ്പിക്കുക. 4 മണിക്കൂർ ജോലി ചെയ്യുന്നവൻ 8 മണിക്കൂറിലേക്ക് വികസിപ്പിക്കുക. അങ്ങനെയല്ലാതെ ഒരിക്കലും സമ്പാദ്യം കൂട്ടുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഹദീസുകളും ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ധാരാളം നമ്മൾ കേട്ടിരിക്കാം. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നാളെ തന്നെ പോയി ഒരു ബിസിനസ് ആരംഭിക്കണമെന്നല്ല. ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും, ഏതിലേക്ക് നിങ്ങളുടെ പണം ഇറക്കുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠനം നടത്തുക. ഈ മേഖലയിൽ എനിക്കെത്ര പ്രാവീണ്യമുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ആരെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങിയാൽ തൊട്ടപ്പുറത്ത് ചെന്ന് വേറൊരു ഹോട്ടൽ തുടങ്ങുന്നതല്ല ബിസിനസ്. ആരെങ്കിലും ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് അടുത്ത സ്കൂൾ തുടങ്ങുന്നതല്ല ബിസിനസ്. മറിച്ച് നമുക്ക് കഴിവുള്ള മേഖല ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും, അഥവാ ഹോട്ടൽ ജീവനക്കാരനാണ് നമ്മളെങ്കിൽ ഒരു ദിവസം ഹോട്ടലിലെ ഒരാൾ ലീവായാൽ ആ ജോലി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുക. ഏത് ജോലി ചെയ്യുമ്പോഴും, ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ഒരു ദിവസം പുതിയതായൊരു സ്കില്ല് നമ്മൾ പഠിക്കുകയും ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണയുണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ, വളരെ
വിശാലമായ, വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാവുക. ലോകത്തെല്ലാവരും വിജയിച്ചു എന്നതിനർത്ഥമില്ല, പക്ഷേ പരിശ്രമിച്ചവർക്കെല്ലാം വിജയം ലഭിച്ചിട്ടുണ്ട്. അഥവാ ഇനി പരിശ്രമിച്ചിട്ടും വിജയം ലഭിച്ചില്ലെങ്കിൽ നമുക്കവിടെ ഒരു സമാധാനമുണ്ട്. അള്ളാഹു നമുക്ക് കണക്കാക്കിയത് നമ്മളിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിഴവുണ്ടാകരുത്. നമ്മുടെ പരിശ്രമങ്ങൾ പൂർണ്ണമാക്കുകയും അള്ളാഹുവിനെ തവക്കുലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണമായ വിജയം സാധ്യമാണ് എന്നുള്ളത് നമ്മുടെ മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നതാണ്. അള്ളാഹു പൂർവാധികം ഭംഗിയോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.